വോളിയം എന്ന ഈ ഒരു യൂണിറ്റിൽ നമ്മൾ ഇതുവരെ എന്താണ് വോളിയം, എങ്ങനെ വോളിയം കാണുന്നത് എന്നൊക്കെ പഠിച്ചില്ലേ. ഇനി വോളിയം കാണുന്ന കുറച്ച് പ്രോബ്ലംസ് നമുക്ക് ചെയ്തു നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു ബ്രിക്സ് ഉണ്ട്. ഒരു ബ്രിക്ക്, ഈ ബ്രിക്സിന് 21 സെൻറ്റിമീറ്റർ ആണ് നീളം, 15 സെൻറ്റിമീറ്റർ ആണ് വീതി, 7 സെൻറ്റിമീറ്റർ ഹൈറ്റും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ വോളിയം എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. നമുക്ക് ഇപ്പം തന്നിട്ടുള്ളത് എന്തൊക്കെയാണ്? ലെങ്ത്ത്, അതായത് നീളം 21 സെൻറ്റിമീറ്റർ ആണ് എന്നും, ബ്രെഡ്ത്ത് അതായത് വീതി എത്രയാണ്? 15 സെൻറ്റിമീറ്റർ ആണ് എന്നും, ഉയരം അതായത് ഹൈറ്റ് 7 സെൻറ്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. നമ്മോട് പറഞ്ഞിട്ടുള്ളത് വോളിയം കാണാനാണ്. എങ്ങനെയാണ് വോളിയം കാണുക? വോളിയം അല്ലെങ്കിൽ വ്യാപ്തം എന്ന് പറയുന്നത് ലെങ്ത്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് അല്ലേ? അതായത് നീളം ഇൻറ്റു വീതി ഇൻറ്റു ഉയരം അല്ലേ? അപ്പോൾ നമുക്ക് ഇതിൻ്റെ ലെങ്ത്ത് എത്രയാണ്? 21 അല്ലേ? 21 ഇൻറ്റു ബ്രെഡ്ത്ത് 15 അല്ലേ? ഹൈറ്റ് അതായത് ഉയരം 7 അല്ലേ? ഇത് 3 മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ? 21 ഇൻറ്റു 15 ഇൻറ്റു 7 എത്രയാണ്? 2205. ഇനി നമ്മൾ എന്താ നോക്കേണ്ടത്? ഇതൊക്കെ ഈ ലെങ്ത് എന്ന് പറയുന്നതും ബ്രെഡ്ത്തും ഹൈറ്റും എല്ലാം ഇവിടെ സെൻറ്റിമീറ്ററിലല്ലേ തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ആൻസറിൽ നമ്മൾ ഇവിടേക്ക് സെൻറ്റിമീറ്റർ ഇട്ട് ഇങ്ങനെ പോകും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ആൻസർ കിട്ടുമ്പോൾ നമ്മൾ ഇവിടെ എഴുതേണ്ട വ്യാപ്തത്തിൻ്റെ അല്ലെങ്കിൽ വോളിയത്തിൻ്റെ സെൻറ്റിമീറ്ററിൽ ചെയ്യുന്ന കണക്കിൻ്റെ ആൻസർ വരുന്നത് സെൻറ്റിമീറ്റർ ക്യൂബ് അല്ലെങ്കിൽ ചതുരശ്ര സെൻറ്റിമീറ്റർ എന്നാണ്. ഓക്കെ, ചതുരശ്ര സെൻറ്റിമീറ്റർ അല്ല, ചതുരശ്ര സെൻറ്റിമീറ്റർ പരപ്പളവിനാണ് ഘന സെൻറ്റിമീറ്റർ. എന്താണ്? മലയാളത്തിലാണെങ്കിൽ ഘന സെൻറ്റിമീറ്റർ എന്നും, ഇംഗ്ലീഷിലാണെങ്കിൽ ഒന്നെങ്കിൽ സെൻറ്റിമീറ്റർ ക്യൂബ് എന്ന് എഴുതുക, അല്ലെങ്കിൽ സെൻറ്റിമീറ്റർ ക്യൂബ് ഇങ്ങനെ എഴുതാം. ഓക്കെ അല്ലേ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇതെന്താ പറയുന്നത്? ഒരു റെക്റ്റാങ്കുലർ ക്യൂബ് ഉണ്ട്, അയേണിൻ്റെ ഒരു റെക്റ്റാങ്കുലർ ക്യൂബ്. ഇതിൻ്റെ ഓരോ സൈഡും 8 സെൻറ്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ വോളിയം എന്താണെന്നാണ് ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ട് വേറൊരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്. ആദ്യം നമുക്ക് ഫസ്റ്റിലെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ചെയ്യാം. അതായത് ഇതിപ്പോൾ ഒരു ഇരുമ്പ് കട്ടയാണ് വിചാരിക്കും, ഒരു ക്യൂബാണ്, സമചതുര കട്ടയാണ്. ഇതിൻ്റെ ഓരോ വശവും ക്യൂബാണെങ്കിൽ സൈഡ് 8 സെൻറ്റിമീറ്റർ ആണ് തന്നിട്ടുണ്ടല്ലോ. ഒരു ക്യൂബിൻ്റെ അല്ലെങ്കിൽ സമചതുര കട്ടയുടെ പ്രത്യേകത എന്താ? അതിൻ്റെ എല്ലാ സൈഡും സെയിം ആയിരിക്കും. നീളമായാലും വീതിയായാലും ഉയരായാലും ഒക്കെ സെയിം ആയിരിക്കും. അപ്പോൾ ഒരു സൈഡ് 8 സെൻറ്റിമീറ്റർ ആണെങ്കിൽ എല്ലാ സൈഡും 8 സെൻറ്റിമീറ്റർ ആവൂലേ? അപ്പോൾ നീളം 8 ആണെങ്കിൽ വീതിയും 8 ആയിരിക്കും, ഉയരവും 8 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ വോളിയം നമുക്ക് കണ്ടൂടെ? ഇതിൻ്റെ ഇവിടെയും 8 ആണ്, ഇവിടെയും 8 ആണ്, ഇവിടെയോ ഒക്കെ 8 ആയിരിക്കും. എവിടെ നോക്കിയാലും ഇതിൻ്റെ 8 ആണ് ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ വോളിയം എങ്ങനെ കാണുക? വോളിയം ഈസ് ഈക്വൽ ടു നീളം ഇൻറ്റു വീതി ഇൻറ്റു ഉയരം അല്ലേ? ഉയരം. ഇവിടെ നീളവും വീതിയും ഉയരവും ഒക്കെ സെയിം അല്ലേ? അപ്പോൾ നമുക്ക് 8 ഇൻറ്റു 8 ഇൻറ്റു 8 എന്ന് എഴുതിക്കൂടെ? ഇറ്റ് ഈസ് ഈക്വൽ ടു 8 ഇൻറ്റു 8 ഇൻറ്റു 8 എത്രയാ? 512 അല്ലേ? ഇത് എല്ലാം സെൻറ്റിമീറ്ററിലല്ലേ നമുക്ക് തന്നിട്ടുള്ളത് അല്ലേ? 8 സെൻറ്റിമീറ്റർ എന്നല്ലേ തന്നിട്ടുള്ളത്. അപ്പോൾ സെൻറ്റിമീറ്ററിലാണെങ്കിൽ കിട്ടുന്ന വ്യാപ്തം അല്ലെങ്കിൽ വോളിയം എന്തായിരിക്കും? ഘന സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ സെൻറ്റിമീറ്റർ ക്യൂബ് എന്നായിരിക്കും അല്ലേ? ഓക്കെ അല്ലേ? ഇനി ഇതിലെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 1 cube centimeter of iron weight is 8 gram. What is the weight of the large cube? അതായത് ഇവിടെ
1 സെൻറ്റിമീറ്റർ നീളവും 1 സെൻറ്റിമീറ്റർ വീതിയും 1 സെൻറ്റിമീറ്റർ ഉയരവുമുള്ള ഒരു ക്യൂബ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ വെയിറ്റ് 8 ഗ്രാം ആണ്. ഓക്കെ, ഈ ക്യൂബ് ഓരോ സൈഡും 8 സെൻറ്റിമീറ്റർ അല്ലേ ഉള്ളത്. ഈ ക്യൂബല്ല എടുക്കുന്നത്, നമ്മൾ വേറൊരു ക്യൂബ് എടുക്കുകയാണ്. ആ ക്യൂബിൻ്റെ ഹൈറ്റും ഉയരവും വെയിറ്റും ഹൈറ്റും ഉയരവും ലെങ്ത്തും എല്ലാം 1 സെൻറ്റിമീറ്റർ ആണ്. അങ്ങനെയുള്ള ആ ക്യൂബിൻ്റെ വെയിറ്റാണ് 8 ഗ്രാം. അപ്പോൾ നമ്മളുള്ള ക്വസ്റ്റ്യൻ ഈ വലിയ ഇതിൻ്റെ വെയിറ്റ് എത്രയാണെന്നാണ്. അതെങ്ങനെ കാണുക? നമുക്കറിയാം ഈ 8 സെൻറ്റിമീറ്റർ ഉള്ള ഇപ്പോൾ അതായത് ഇതിപ്പോൾ ഈ ഒരു ക്യൂബ് എടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഇവിടേക്ക് 1 സെൻറ്റിമീറ്റർ 1 സെൻറ്റിമീറ്റർ 1 സെൻറ്റിമീറ്റർ ആണ് ഉള്ളത് എങ്കിൽ ഇതിൻ്റെ വെയിറ്റ് 8 ഗ്രാം ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ചോദിച്ചിട്ടുള്ളത് ഈ ഒരു സാധനം ഉണ്ടല്ലോ, ഈ വലുത്, ഇതിൻ്റെ വെയിറ്റ് എത്രയാണെന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അതിൻ്റെ വെയിറ്റ് എങ്ങനെ കാണാം? നമുക്കറിയാം, നമ്മൾ ഇതിൻ്റെ വോളിയം കണ്ടില്ലേ? വോളിയം എപ്പോഴാണ് നമ്മൾ കാണുന്നത്? വോളിയം കാണണമെങ്കിൽ നമ്മൾ ആദ്യം ഇതിനെ എങ്ങനെ മാറ്റണം? ആദ്യം ഇതിനെ നമുക്ക് ഇങ്ങനെ മാറ്റാൻ കഴിയണം. അതായത് ഇതിനെ ഇങ്ങനെ 8 സെൻറ്റിമീറ്ററിനെ ഇങ്ങനെ ഓരോ സെൻറ്റിമീറ്ററുള്ള കഷ്ണങ്ങളാക്കാൻ കഴിയണം. 1 2 3 4 5 6 7 8 ഇങ്ങനെ 8 സെൻറ്റിമീറ്ററുള്ള ഇങ്ങനെയുള്ള ഒരുപാട് പീസുകളാക്കിയിട്ട് ആ പീസുകളെല്ലാം ഓരോന്നും 1 സെൻറ്റിമീറ്റർ നീളവും 1 സെൻറ്റിമീറ്റർ വീതിയും 1 സെൻറ്റിമീറ്റർ ഹൈറ്റും ഉള്ള കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായിട്ടാണ് നമ്മൾ എടുക്കുക. ആ എടുത്തിട്ടുള്ള ഓരോ കഷ്ണവും 1 സെൻറ്റിമീറ്റർ നീളവും 1 സെൻറ്റിമീറ്റർ വീതിയും 1 സെൻറ്റിമീറ്റർ ഹൈറ്റുമായിരിക്കും ഉണ്ടാവുക. അങ്ങനെ ഉള്ള പീസുകളുടെ ക്യൂബുകളുടെ എണ്ണം ആണ് വോളിയം എന്ന് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ നമുക്ക് മനസ്സിലാക്കല്ലോ, ഈ വോളിയം എന്ന് പറയുന്നത് എവിടെയാണ്? ഈ വോളിയം എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിച്ച വലിയ ബ്ലോക്കിൻ്റെ ആണ് അല്ലേ? ഈ വലിയ ബ്ലോക്കിൻ്റെ വോളിയം ഇത്രയാണ് എന്നതുകൊണ്ട് എന്താ അർത്ഥമാക്കുന്നത്? അതിൻ്റെ മീനിങ് എന്താ? ഈ വലിയ ബ്ലോക്കിൽ എത്രയാണ് നമുക്ക് ആൻസർ കിട്ടിയത്? 512 അല്ലേ? അത്രയ്ക്ക് 1 സെൻറ്റിമീറ്റർ നീളവും അത്രയ്ക്ക് 1 സെൻറ്റിമീറ്റർ വീതിയും 1 സെൻറ്റിമീറ്റർ ഹൈറ്റും ഉള്ള ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു ബ്ലോക്സ് ഉണ്ട് എന്നല്ലേ? അപ്പോൾ ഈ ഒരു ബ്ലോക്സിൻ്റെ വെയിറ്റ് 5 ഗ്രാം ആണെങ്കിൽ ഇതിൽ എത്ര ഇങ്ങനെയുള്ള ബ്ലോക്സ് ഉണ്ട്? 512 ബ്ലോക്സ് ഇല്ലേ? അപ്പോൾ ഒരു ബ്ലോക്സിൻ്റെത് 8 ഗ്രാം ആണെങ്കിൽ 512 ബ്ലോക്സിൻ്റെ വെയിറ്റ് എങ്ങനെയാണ് കാണുക? 512 × 8 അല്ലേ? അതായത് വെയിറ്റ് ഓഫ് ഈ ക്യൂബിൻ്റെത് നമുക്ക് 8 ഗ്രാം ആണെങ്കിൽ വെയിറ്റ് ഓഫ് എ ലാർജ് ക്യൂബ് വെയിറ്റ് ഓഫ് ദ ലാർജ് ക്യൂബ് നമുക്ക് എന്ത് പറയാം? ക്യൂബ് ഈക്വൽ ടു 512 × 8 അല്ലേ? ഇറ്റ് ഈസ് ഈക്വൽ ടു 4096. ഇത് 8 ഗ്രാം അല്ലേ വെയിറ്റ്? ഇതും ഗ്രാമാണ്. ഇത് വേണമെങ്കിൽ നമുക്ക് കിലോഗ്രാമിലേക്ക് ആക്കാം. ഇതിനെ കിലോഗ്രാമിലേക്ക് ആക്കുമ്പോൾ 4004 കിലോഗ്രാം ഉണ്ടാവും. പിന്നെ 4.096 കിലോഗ്രാം. ഇങ്ങനെ വേണമെങ്കിൽ എനിക്ക് ഇങ്ങനെ എഴുതാം. ഇങ്ങനെ എഴുതാൻ അറിയൂല, കൺഫ്യൂഷനാണ് എങ്കിൽ എനിക്ക് ഇങ്ങനെ ഗ്രാമിൽ എഴുതി സ്റ്റോപ്പ് ചെയ്യാം. എങ്ങനെ എഴുതിയാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. ഈ 2 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ചോദിക്കും കേട്ടോ. താങ്ക് യു.